സൂറത്തുൽ മുംതഹന ചോദ്യോത്തരങ്ങൾ 1. ഈ അധ്യായത്തിന് അൽ മുംതഹന അൽ മുംതഹഇത എന്നും അൽ മുംതഹിന എന്നും പേരുവരാനുള്ള കാരണമെന്ത്? അൽ മുംതഹിന മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലെത്തുന്ന വിശ്വാസിനികളുടെ ഈമാൻ വിശ്വാസം പരിശോധിക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്ന വചനം ഈ സൂറത്തിലുള്ളതിനാൽ പരിശോധിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഈ പേര് വന്നു. അൽ മുംതഹന ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒറ്റയ്ക്ക് ഹിജ്റ ചെയ്ത ഉമ്മുകുൽസും ബിൻത് ഉഖ്ബാറയെയാണ് ആദ്യമായി ഇപ്രകാരം പരീക്ഷിച്ചത്. അതിനാൽ പരീക്ഷിക്കപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ ഈ പേരും പറയപ്പെടുന്നു. 2. ഇംതിഹാൻ ഇംതിഹാൻ എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥവും വിവക്ഷയും എന്ത്? ഭാഷാപരമായി സ്വർണം വെള്ളി തുടങ്ങിയവ തീയിലിട്ടുരുക്കി അതിലെ കറകൾ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുന്നതിനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. വിശ്വാസിയുടെ ഹൃദയത്തെ തഖ്വയ്ക്കുവേണ്ടി അല്ലാഹു ശുദ്ധീകരിച്ചു എന്ന് സൂചിപ്പിക്കാനും ഇതുപയോഗിക്കുന്നു. 3. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം ഷാനുന്നുസൂൽ വിവരിക്കുക. മക്കാ വിജയത്തിന് മുന്നോടിയായി പ്രവാചകൻ നടത്തിയ രഹസ്യനീക്കങ്ങൾ മക്കയിലെ ഖുറൈശികൾക്ക് ചോർത്തിക്കൊടുക്കാൻ ഹാത്തിബ് അബീ ബൽതഅ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ സൂറത്തിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചത്. സാറ എന്ന സ്ത്രീ വഴിയാണ് അദ്ദേഹം കത്തയക്കാൻ ശ്രമിച്ചത്. 4. ഹാത്തിബ് അബീ ബൽതഅ എന്തിനാണ് ശത്രുക്കൾക്ക് കത്തയച്ചത്? അദ്ദേഹം ഇസ്ലാം ഉപേക്ഷിച്ചതുകൊണ്ടോ രാജ്യദ്രോഹം ലക്ഷ്യം വെച്ചോ ആയിരുന്നില്ല അത് ചെയ്തത്. മക്കയിലുള്ള തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ അവിടെ സ്വാധീനമുള്ള ബന്ധുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതിനാൽ മക്കക്കാർക്ക് ഒരു ഉപകാരം ചെയ്താൽ അവർ തന്റെ കുടുംബത്തെ ഉപദ്രവിക്കില്ല എന്ന ചിന്തയിലായിരുന്നു അദ്ദേഹം അപ്രകാരം ചെയ്തത്. 5. ഹാത്തിബ് വിനെ ശിക്ഷിക്കുന്നതിൽ നിന്ന് പ്രവാചകനെ തടഞ്ഞ ഘടകമെന്തായിരുന്നു? അദ്ദേഹം സത്യസന്ധമായാണ് കാര്യം വിശദീകരിച്ചത് എന്ന് പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തി. കൂടാതെ അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പോരാളിയായിരുന്നു. ബദറിൽ പങ്കെടുത്തവർക്ക് അല്ലാഹു പുറത്തുകൊടുത്തിട്ടുണ്ടാകാമെന്ന് പ്രവാചകൻ ഉമർ വിനോട് പറയുകയുണ്ടായി. 6. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു തുടങ്ങുന്ന സൂറത്തുകൾ ഏവ? ആകെ 3 സൂറത്തുകളാണുള്ളത്. 1. സൂറത്തുൽ മാഇദ, 2. സൂറത്തുൽ ഹുജുറാത്ത്, 3. സൂറത്തുൽ മുംതഹന. 7. സൂറത്തുൽ ബഖറയുടെ നാമകരണവും ഈ സൂറത്തും തമ്മിലുള്ള ബന്ധമെന്ത്? ഒരു സൂറത്തിന്റെ പേര് അതിലെ ഒരു പദം പരാമർശിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല നൽകപ്പെടുന്നത്, മറിച്ച് ആ സൂറത്തിന്റെ മൊത്തം പ്രമേയവുമായി അതിന് ബന്ധമുണ്ടാകും. സൂറത്തുൽ ബഖറയിൽ പശുവിന്റെ ചരിത്രം പറയുന്നത് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ് എന്ന് സ്ഥാപിക്കാനാണ്. അതുപോലെ മുംതഹനയിലെ പരീക്ഷണമെന്നത് വിശ്വാസിയുടെ കൂറ് ആരോടാണ്, അല്ലാഹുവിനോടോ അതോ രക്തബന്ധത്തോടോ എന്ന് വ്യക്തമാക്കാനാണ്. 8. ഈ സൂറത്തിൽ വിശ്വാസികൾക്ക് മാതൃകയായി അല്ലാഹു ഉയർത്തിക്കാട്ടുന്നത് ആരെയാണ്? ഇബ്രാഹിം നബി ആയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയുമാണ്. സത്യനിഷേധികളോടും ഇസ്ലാം വിരുദ്ധരോടും അവർ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വിശ്വാസികൾക്ക് മാതൃക. 9. ഈ സൂറത്ത് നൽകുന്ന പ്രധാന പാഠമെന്താണ്? അല്ലാഹുവിനോടുള്ള കൂറാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന് ഈ സൂറത്ത് പഠിപ്പിക്കുന്നു. ആരോട് സഹകരിക്കണം, ആരോട് നിസ്സഹകരണം കാണിക്കണം, അല്ലാഹുവിനുവേണ്ടി സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ നിയമങ്ങൾ ഇത് നൽകുന്നു. 10. സൂറത്തുൽ മുംതഹനയുടെ സാങ്കേതിക വിവരങ്ങൾ നൽകുക. ഇതൊരു മദനീ സൂറത്താണ്, മദീനയിൽ അവതരിച്ചു. ആകെ 13 വചനങ്ങളാണുള്ളത്. ഇതിലെ ആയത്തുകൾ താരതമ്യേന നീളമുള്ളവയാണ്. 11. സൂറത്തുൽ മുംതഹനയിലെ വചനങ്ങളുടെ ദൈർഘ്യത്തെക്കുറിച്ച് ലെങ്ത് എടുത്തുപറയുന്ന പ്രത്യേകതയെന്ത്? ഈ സൂറത്തിൽ ആകെ 13 ആയത്തുകൾ മാത്രമേയുള്ളൂ എങ്കിലും അവയെല്ലാം താരതമ്യേന ദൈർഘ്യമുള്ളവയാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇത്തരം നീളമുള്ള വചനങ്ങളെ തിവാൽ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. 12. മക്കയിൽ നിന്ന് വന്ന സാറ എന്ന സ്ത്രീയുടെ പശ്ചാത്തലമെന്തായിരുന്നു? അവർ മുസ്ലിമായിരുന്നില്ല, മറിച്ച് മുശ്രിക്കായ ബഹുദൈവാരാധക സ്ത്രീയായിരുന്നു. അവർ മക്കയിൽ പാട്ടുപാടുകയും മരിച്ചവരുടെ വീട്ടിൽ ചെന്ന് കൂലിക്കുവേണ്ടി കരയുകയും നിയാഹത്ത് ചെയ്യുന്ന ജോലി ചെയ്തിരുന്നവളായിരുന്നു. ബനു അബ്ദുൽ മുത്തലിബ് കുടുംബത്തിലെ സേവകയായിരുന്ന അവർ കഠിനമായ ദാരിദ്ര്യം മൂലമാണ് സഹായം തേടി മദീനയിലെത്തിയത്. 13. ഹാത്തിബ്രാവിന്റെ കത്തുമായി പോയ സ്ത്രീയെ പിടികൂടാൻ പ്രവാചകൻ നിയോഗിച്ചത് ആരൊക്കെയായിരുന്നു? പ്രവാചകൻ തന്റെ പ്രധാനികളായ സഹാബികളെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത്. അതിൽ അലീറ, സുബൈറ, മിഖ്ദാദ് എന്നിവർ ഉൾപ്പെട്ടിരുന്നു. ചില വിവരണങ്ങളിൽ അബൂ മർസദ് എന്നും കാണാം. റൗദാത്ത് ഖാഖ് എന്ന സ്ഥലത്ത് വെച്ചാണ് അവരെ കണ്ടെത്താൻ നിർദ്ദേശിച്ചത്. 14. ആ സ്ത്രീ കത്ത് ഒളിപ്പിച്ചുവെച്ചിരുന്നത് എവിടെയായിരുന്നു? സഹാബാക്കൾ കത്ത് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം അവർ നിഷേധിച്ചു. എന്നാൽ കർശനമായ പരിശോധന നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്റെ മുടിക്കെട്ടിനുള്ളിൽ തലമുടിയിൽ ഒളിപ്പിച്ചുവെച്ചിരുന്ന കത്ത് പുറത്തെടുത്തു നൽകി. 15. ഹാത്തിബ് വിന്റെ പ്രവൃത്തിയിൽ ഉമർ വിന്റെ പ്രതികരണമെന്തായിരുന്നു? ഇതൊരു വലിയ രാജ്യദ്രോഹക്കുറ്റമായി കണ്ട ഉമർ വിന് വലിയ ദേഷ്യം വന്നു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് അനുവാദം നൽകുകയാണെങ്കിൽ ഈ മുനാഫിക്കിന്റെ കപടവിശ്വാസിയുടെ കഴുത്ത് ഞാൻ വെട്ടാം. 16. ഹാത്തിബ് വിന്റെ വിഷയത്തിൽ പ്രവാചകൻ സ്വീകരിച്ച നിലപാട് ഭരണാധികാരികൾക്ക് നൽകുന്ന പാഠമെന്ത്?
ഒരു വ്യക്തി തെറ്റു ചെയ്യുമ്പോൾ ആ തെറ്റിലേക്ക് നയിച്ച സാഹചര്യം കൂടി പരിഗണിക്കണമെന്നും അയാളുടെ മുൻകാല നന്മകളെ പാടെ അവഗണിക്കരുതെന്നും ഈ സംഭവം പഠിപ്പിക്കുന്നു. ഹാത്തിബ് ഒരു മുഹാജിറും ബദർ പോരാളിയുമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശദീകരണം പ്രവാചകൻ സ്വീകരിച്ചു. 17 സാറ എന്ന സ്ത്രീ രാജ്യദ്രോഹപരമായ സന്ദേശം കടത്തിയിട്ടും അവരോട് പ്രവാചകൻ എങ്ങനെയാണ് പെരുമാറിയത്? അവർ മുശ്രിക്കാവുകയും രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടും അവരുടെ രക്തം ചിന്താൻ പ്രവാചകൻ അനുവദിച്ചില്ല. അവരെ സുരക്ഷിതമായി മക്കയിലേക്ക് മടങ്ങാൻ അനുവദിച്ചു. ഇത് ഇസ്ലാമിന്റെ മാനുഷികമായ കാഴ്ചപ്പാടിനെയാണ് കാണിക്കുന്നത്. 18 സൂറത്തുൽ ബഖറയിലെ പശുവിന്റെ ചരിത്രം പോലെ ഈ സൂറത്തിന്റെ പേരും പ്രമേയവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? സൂറത്തുൽ ബഖറയിലെ പശുവിന്റെ ചരിത്രം അള്ളാഹുവിന്റെ ജീവിപ്പിക്കാനുള്ള കഴിവിനെ കാണിക്കുന്നതുപോലെ സൂറത്തുൽ മുംതഹനയിലെ പരിശോധന ഇംതിഹാൻ എന്നത് വിശ്വാസിയുടെ കൂറ് ലോയൽറ്റി പരിശോധിക്കലാണ്. കുടുംബത്തോടോ ബന്ധുക്കളോടോ ഉള്ള സ്നേഹം അള്ളാഹുവിനോടും അവന്റെ ദീനിനോടുമുള്ള കൂറിന് തടസ്സമാകുന്നുണ്ടോ എന്ന് ഈ സൂറത്ത് പരിശോധിക്കുന്നു. 19 ഈ സൂറത്തിന്റെ അവതരണം നടന്ന കാലഘട്ടം ഏതാണ്? മദീനയിൽ വെച്ച് മക്ക വിജയത്തിന് ഫത്ഉൽ മക്ക തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത്. മുസ്ലിങ്ങളും മക്കയിലെ ശത്രുക്കളും തമ്മിലുള്ള ബന്ധം ഏറ്റവും നിർണായകമായ ഘട്ടത്തിലായിരുന്നു ഇത്. 20 അല്ലാഹുവിനുവേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിനുവേണ്ടി വെറുക്കുക. അൽവല വൽ ബറ എന്ന ആശയം ഈ സൂറത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? വിശ്വാസികൾ ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം, ആരോടാണ് സഹകരിക്കേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് ബന്ധം വിച്ഛേദിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ സൂറത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സ്നേഹവും വെറുപ്പും വ്യക്തിപരമായ താൽപര്യങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ തൃപ്തിക്കുവേണ്ടിയാകണമെന്ന് ഇത് പഠിപ്പിക്കുന്നു.